നമസ്തേ. ഇന്നത്തെ ക്ലാസ്സിൽ വിഭക്തിയെക്കുറിച്ചിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. കേട്ടറ്റിനും അതുപോലെ തന്നെ PSCയിലും ചോദിക്കാൻ വളരെ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. കർമ്മപദസ്യ കാ വിഭക്തിഃ ഭവതി? കർമ്മപദത്തിന് ഏതാണ് വിഭക്തി? ദ്വിതീയ വിഭക്തി. രണ്ടാമത് വിനാ ശബ്ദയോഗേ കാ വിഭക്തിഃ? വിന എന്ന ശബ്ദം ഉപയോഗിക്കുന്ന സമയത്ത് ഏതു വിഭക്തിയാണ് ഉപയോഗിക്കുക? ദ്വിതീയ, തൃതീയ, പഞ്ചമി. ഈ 3 വിഭക്തികളിലും വിനാ ശബ്ദം ഉപയോഗിക്കാം. പരിതഃ, അഭിതഃ, ഉഭയതഃ, പ്രതി ഇത്യേതേഷാം യോഗേ കാ വിഭക്തിഃ? ദ്വിതീയ വിഭക്തിയാണ്. കരണകാരകസ്യ കാ വിഭക്തിഃ? തൃതീയ. അഞ്ചാമതായിട്ട് സഹ, സദൃശ ഏതയോഃ യോഗേ കാ വിഭക്തിഃ? തൃതീയ. ആറാമത് ഹേതുവാചകഃ കസ്യാം വിഭക്ത്യാം ഭവതി? തൃതീയ വിഭക്ത്യാം ഭവതി. ഹേതുവാചകഃ പഞ്ചമ്യാം അപി ഭവിതും അർഹതി. അലം ശബ്ദയോഗേ കാ വിഭക്തിഃ? തൃതീയ, ചതുർത്ഥി വിഭക്തി. സമ്പ്രദാനകാരകത്വേന വിഭക്തിഃ കാ? സമ്പ്രദാനകാരകത്താൽ ഏത് വിഭക്തിയെയാണ് സൂചിപ്പിക്കുന്നത്? ചതുർത്ഥി. ദാനക്രിയ കസ്യാം വിഭക്ത്യാം ഭവതി? ദാനക്രിയ ഏത് വിഭക്തിയിലാണ് ഉണ്ടാവുക? ചതുർത്ഥി വിഭക്തി. നമഃ, സ്വസ്തി, സ്വധ ഇത്യേതേഷാം യോഗേ വിഭക്തിഃ കാ? ചതുർത്ഥി. കൽപ്പതേ ഇത്യസ്യ യോഗേ വിഭക്തിഃ? ചതുർത്ഥി. അവധിബോധഃ ഇത്യർത്ഥേ വിഭക്തിഃ? പഞ്ചമി. അപാദാനകാരകസ്യ വിഭക്തിഃ? പഞ്ചമി. ബഹിഃ, ആരഭ്യ, ഋതേ, പൂർവം, പരഃ ഇത്യേതേഷാം അല്ലെങ്കിൽ ഏതേഷാം യോഗേ വിഭക്തിഃ കാ? പഞ്ചമി. സംബന്ധവാചകഃ കസ്യാം വിഭക്ത്യാം? ഷഷ്ഠി വിഭക്ത്യാം. ഭാവവാചകപദാനാം യോഗേ കാ വിഭക്തിഃ? അതും ഷഷ്ഠി വിഭക്തിയിൽ തന്നെയാണ്. പുരതഃ, പൃഷ്ഠതഃ, ഉപരി, അധഃ ഇത്യേതേഷാം യോഗേ കാ വിഭക്തിഃ? ഷഷ്ഠി വിഭക്തിഃ. കൃതേ ശബ്ദയോഗേ കാ വിഭക്തിഃ? ഷഷ്ഠി വിഭക്തിഃ. അധികരണവേളായാം കാ വിഭക്തിഃ? സപ്തമി. ആധാരഃ കസ്യാം വിഭക്ത്യാം ഭവതി? സപ്തമ്യാം. അടുത്തത് സ്നിഹ്യതി, വിശ്വസിതി ഇത്യേതയോഃ പദയോഃ യോഗേ സപ്തമി വിഭക്തിഃ. പൃഥക്കരണേ കാ വിഭക്തിഃ?
സപ്തമി വിഭക്തി. പ്രയോഗാഹ കതി, എത്ര പ്രയോഗങ്ങളാണ്? ത്രയഃ പ്രയോഗാഹ, കർത്തരി പ്രയോഗഃ, കർമ്മണി പ്രയോഗഃ, ഭാവേ പ്രയോഗഃ. അടുത്തത് കർത്തരി പ്രയോഗേ കർത്തുഃ വിഭക്തിഃ കാ? പ്രഥമ വിഭക്തി. കർത്തരി പ്രയോഗേ കർമ്മണഃ വിഭക്തിഃ ദ്വിതീയ. കർമ്മണി പ്രയോഗേ കർത്തുഃ വിഭക്തിഃ തൃതീയ. കർമ്മണി പ്രയോഗത്തിൽ കർത്താവിൻ്റെ വിഭക്തി തൃതീയയാണ്. കർമ്മണി പ്രയോഗേ കർമ്മണഃ വിഭക്തി, കർമ്മത്തിൻ്റെ വിഭക്തി കർമ്മണി പ്രയോഗത്തിൽ പ്രഥമ വിഭക്തി. പ്രഭൃതി പ്രയോഗേ വിഭക്തി, പ്രഭൃതി എന്നൊരു പദം വരുമ്പോൾ ഉപയോഗിക്കേണ്ട വിഭക്തി പഞ്ചമി. പ്രാതിപദികാർത്ഥ ലിംഗ പരിമാണ വചനമാത്രേ വിഭക്തി ഏതാണ്? പ്രഥമ. നിയതോപസ്ഥിതികഃ കഃ? പ്രാതിപദികഃ. കർത്തുരീപ്സിതതമം കിം സ്യാത്? കർമ്മ. അനുക്തേ കർമ്മണി കിം സ്യാത്? ദ്വിതീയ. കാരകാണി കതി? ഷഡ്. ഏതൊക്കെയാണെന്ന് അറിയാമല്ലോ അല്ലേ? കർത്തൃകാരകം, കർമ്മകാരകം, കരണകാരകം, സമ്പ്രദാനകാരകം, അപാദാനകാരകം, അധികരണകാരകം. അപാദാനാദി വിശേഷൈരവിവക്ഷിതം കാരകം കിം? അപാദാനം തുടങ്ങിയ പദങ്ങളെ കൊണ്ട് പറയപ്പെടാത്ത കർമ്മം അല്ലെങ്കിൽ കാരകം ഏതാണ്? കർമ്മകാരകം. സ്വതന്ത്രഃ കഃ? സ്വതന്ത്രമായി നിൽക്കുന്നത് ആരാണ്? കർത്താവ്. സാധകതമം കിം? കരണം. പ്രകൃഷ്ടോപകാരകം കിം? കരണകാരകം. അനഭിഹിതേ കർത്തരി കർമ്മണി ച? ദ്വിതീയ. കർമ്മണ യമഭിപ്രൈതി കഃ? സമ്പ്രദാന സംജ്ഞഃ. സ്വഃ ഏതസ്മിൻ യോഗേ കാ വിഭക്തിഃ? ചതുർത്ഥേ. അപാദാന സംജ്ഞാസൂത്രം കിം? ധ്രുവമപായേ അപാദാനം. അപാദാനേ കാ? പഞ്ചമി. ആധാരഃ കതി വിധാഃ? ആധാരം എത്ര വിധത്തിലാണ് ഉള്ളത്? ത്രയഃ, 3. ഔപശ്ലേഷികഃ, അഭിവ്യാപകഃ, വൈഷയികഃ. സ്ഥാല്യാം ഓദനം പചതി. ഇദം വാക്യം കസ്മിൻ കാരകേ? ഈ വാക്യം ഏത് കാരകത്തിലാണ്? അധികരണേ. കാരകം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിഭക്തിയെ തന്നെയാണ്. ഓക്കെ, അതിൽ ഷഷ്ടി വിഭക്തി മാത്രം കാരകത്തിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. ഹരിം ഭജതി വാക്യേ ഹരിശബ്ദസ്യ കാരകം. ഈ വാക്യത്തിലെ ഹരിശബ്ദം ഏത് വിഭക്തിയിലാണ് അല്ലെങ്കിൽ ഏത് കാരകത്തിലാണ് വന്നിരിക്കുന്നത്? കർമ്മകാരകം, അതായത് ദ്വിതീയ വിഭക്തി. അകഥിതം ച
അനേന സൂത്രേണ സപ്ഞഃ കഃ, കർമ്മസപ്ഞഃ, പറയപ്പെട്ടില്ലെങ്കിലും അത് കർമ്മമാണ് എന്നൊരു അർത്ഥത്തിൽ. കടയുപവിശതി അസ്യ വാക്യസ്യ കാരകം, അധികരണ കാരകം അല്ലെങ്കിൽ സപ്തമി വിഭക്തി. ഭാവേ പ്രയോഗേ കർത്തുഃ വിഭക്തിഃ തൃതീയ. ഭാവേ പ്രയോഗേ കർമ്മണഃ വിഭക്തിഃ, ഈ പ്രയോഗത്തിൽ കർമ്മപദം ഉണ്ടാവില്ല. ഭാവേ പ്രയോഗേ ക്രിയായാഹ വചനം, ഭാവേ പ്രയോഗത്തിൽ ക്രിയയുടെ വചനം ഏകവചനം, ഏകവചനത്തിലായിരിക്കും ഭാവേ പ്രയോഗത്തിൽ ക്രിയ എപ്പോഴും ഉണ്ടാവുക. ഓക്കെ.